ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. വേറെ എങ്ങോട്ടല്ല, നമ്മളെ ചീനിപ്പാടം കരുവാരകുണ്ട് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. കരുവാരകുണ്ടിലെ ചീനിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേ കരുവാരകുണ്ട് ഫെസ്റ്റിൻ്റെന്ന് വീട്ടുകാരറിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് ചെന്നപ്പോൾ റെഡി ആയിട്ടിരിക്കാം, കരുവാരകുണ്ട് ഫെസ്റ്റിന് ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുവരെ ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ട് മക്കൾക്കും അസുഖങ്ങളായിരുന്നു, ഓരോ തലവേദന, പനി, കഫക്കെട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ പൊടിയും മഞ്ഞൊക്കെ അടിച്ചിട്ട് ഇത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങിയിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഏതായാലും കരുവാരകുണ്ട് ഫെസ്റ്റ് ആസ്വദിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഇന്നാണിത് തീരുന്നത് എന്നറിയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മക്കൾക്ക് സങ്കടമാവേണ്ട വിചാരിച്ചിട്ട് ഇന്ന് തന്നെ പോകുന്നത് നന്നായി. കാരണം ഇന്ന് എല്ലാ റൈഡിനും കാര്യങ്ങൾക്കൊക്കെ 50% ഉള്ളൂ ചാർജ്. അപ്പോൾ ഇതിന് 60 രൂപ എങ്ങാണ്ടായിരുന്നു ഈ ബോൾ പൂളിന് ടിക്കറ്റ് ചാർജ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പോൾ 30 രൂപയ്ക്ക് കിട്ടി. 60 രൂപയ്ക്ക് ഇതിന് ഓവറാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളായിട്ട് വരുമ്പോൾ കുട്ടികൾ കരഞ്ഞാൽ നമ്മളെന്തായാലും ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് അവരെ അതിലേക്ക് കയറ്റും. അപ്പോൾ അതായിരിക്കും അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ വന്ന് ഞങ്ങൾ കുറേ നേരം അവളതിൽ ഒരു 1.5 മണിക്കൂർ വരെ എൻജോയ് ചെയ്തു. അപ്പുക്കുട്ടൻ പുറത്ത് നിന്നും എൻജോയ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം പിന്നെ ഓരോരോ കാര്യങ്ങളിലേക്ക് ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു. കാരണം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട്. പിന്നെ നമ്മളിന്ന് കരുവാരകുണ്ട് PMSA ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഇവിടെ തിരക്ക് വളരെ കുറവായിരുന്നു. ഇങ്ങനെ ഓഫറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തിരക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഒരുപാട് സമയം എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റി. അത് കഴിഞ്ഞ് അവൾ കയറിയ ഒരു റൈഡാണിത്. ഇതിൽ നമ്മൾ അപ്പുക്കുട്ടനെയും കയറ്റിയിരുത്തി. പക്ഷെ അപ്പുക്കുട്ടൻ കരഞ്ഞ് നിലവിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി. ആ ടിക്കറ്റിൻ്റെ പൈസ തിരിച്ചു തന്നു കേട്ടോ. അവരെന്തായാലും നല്ല ആൾക്കാരായിട്ട് തോന്നി. കാരണം അവനെ ഒരുപാട് നേരമൊന്നും അതിൽ ഇരുന്നില്ല. ഒരു റൗണ്ട് അടിച്ചപ്പോൾ ഇങ്ങനെ അവന് പേടിയായിട്ട് അവൻ കരഞ്ഞ് നിലവിളിച്ച് അതിൽ നിന്ന് ഇറങ്ങി. നല്ലൊരാളായിരുന്നു ആൾ. പിന്നെ അമ്മുക്കുട്ടി ഒറ്റയ്ക്ക് കുറേ നേരം അതിൽ എൻജോയ് ചെയ്തു. അങ്ങനെ രസകരമായ ഒരു ഈവനിങ് ഞങ്ങളങ്ങനെ ആസ്വദിച്ച് അതിനകത്ത് നടന്നു. ഓരോരോ റൈഡിൽ അമ്മുക്കുട്ടി കയറി. അമ്മുക്കുട്ടിക്ക് തികച്ചും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. അമ്മുക്കുട്ടി എല്ലാ റൈഡുകളും കയറണം എന്നുള്ളൊരു വാശിയിൽ വന്ന പോലെ എല്ലാത്തിലും ഓടി കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഗുണാക്കേവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗുണാക്കേവിന് 80 രൂപയായിരുന്നു ശരിക്കുള്ള ടിക്കറ്റ് നിരക്ക്. ഇപ്പോൾ ഇന്നൊരു ദിവസം മാത്രം 40 രൂപയുള്ളൂ. കാരണം അവരിന്ന് ലാസ്റ്റ് ആയതുകൊണ്ട് 50% ഡിസ്കൗണ്ടിൽ 40 രൂപയുള്ളൂ. 40 റുപ്പീസ് കൊടുത്താൽ മതി. പിന്നെ അടുത്തത് കയറിയത് ഈ ഒരു ഇതിലാണ്. അവളതൊക്കെ നല്ല എൻജോയ് ചെയ്ത് ഒറ്റയ്ക്കായതുകൊണ്ടേ അവളെ ഇഷ്ടത്തിന് എന്തും ചെയ്യാൻ പറ്റും. മറ്റേത് കുറേ കുട്ടികളുണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ അവർക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടുക. എന്നാലും അവൾ ഒറ്റയ്ക്ക് പേടിയൊന്നും കൂടാതെ അതിനകത്തേക്ക് കയറാനും ഇറങ്ങാനൊക്കെ അവൾ വളരെയധികം എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരോ ടോയ്സ് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇവർ ടോയ്സിൻ്റെ ഒരു സെക്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ടോയ് വേണം ഈ ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടേ ഒരുപാട് റൈഡിൽ കയറിയാലും വെറുതെ ടോയ്കൾ വാങ്ങിയിട്ട് വീട്ടിൽ വെറുതെ ഇട്ടിരിക്കുകയാണേ. അപ്പോൾ അത്തരം ടോയ്കൾ വെറുതെ വാങ്ങണ്ടെന്നുള്ളൊരു വിചാരത്തിലേ ഇവർ എന്തായാലും ടയർഡാവണവരെ കളിക്കട്ടെ വിചാരിച്ചു. അങ്ങനെ കുറേ സമയം ഞങ്ങൾ കളിച്ച് അവസാനം അമ്മുക്കുട്ടി പറഞ്ഞു ടയർഡായി, ഇനി പോവാന്ന്. അങ്ങനെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ കയറി. ഞാൻ കുറച്ചൊക്കെ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളൂ. കാരണം ഇതൊരു വീഡിയോ ആക്കി നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് കാര്യമില്ല. കാരണം ഇന്ന് ഇവിടുന്ന് തീരെയാണ്. അപ്പോൾ ഇനി നാളെ വന്നിട്ട് റൈഡിൽ എൻജോയ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തത് നിങ്ങളെയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. അതെന്തായാലും നമുക്ക് ഭാവിയിലും കാണാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫാമിലി ഔട്ടിങ്സ് മാത്രമല്ല നമ്മുടെ ചാനലിലുള്ളത്. നമ്മുടെ ചാനലിൽ അതർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫുഡിൻ്റെയും കുക്കിങ്ങിൻ്റെയും ഒക്കെ ചാനലാണ്, ട്രാവലിങ്ങിൻ്റെ ഒക്കെ ചാനലാണ്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ട്. ഓൾറെഡി ചെയ്ത യാത്രകളുണ്ട്, കുക്കിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് കരുവാരകുണ്ടിലെയും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫുഡിൻ്റെ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാതും ഒന്ന് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. നല്ല സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കണം. പിന്നെ അമ്മുക്കുട്ടി കയറിയ ഒരു റൈഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിനൊക്കെ 50% ഓഫറായിരുന്നു കേട്ടോ ഇന്നലെ. അതുകൊണ്ട് കീശ വല്ലാതെ കീറിയില്ല. എന്തായാലും എൻജോയ് ചെയ്തു അവർ. അതിന് ശേഷം ഞങ്ങളൊരു പാനിപ്പൂരിയൊക്കെ വാങ്ങി കഴിച്ച്, അമ്മുക്കുട്ടിക്ക് ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം വേണം അത് പറഞ്ഞ് അതും കഴിച്ച്. പിന്നെ കുറേ നേരമൊക്കെ ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്ന് ചിലവഴിച്ച്. കാരണം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ
സുഖമായിരുന്നു. കാരണം തിരക്കുണ്ടാകുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരുപാട് സമയം നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും മാറി കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്തു. ഒരു ഈവനിങ് ആയിരുന്നു, നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ